എല്ലാരും അടിച്ചു കയറി വാ. എന്റെ കുഞ്ഞ് നിനക്ക് ഇത്ര കളർ ഗ്ലൂട്ടാത്തോൺ ഞാൻ അടിച്ചിട്ടില്ല, എന്റെ ഒറിജിനൽ കളറാണ്. മുഖത്തോട്ടൊന്ന് നോക്കിയേ, മെർക്കുറി ഉദിച്ചിരിക്കുന്ന പോലെ. മൈക്രോബ്ലേഡിങ്ങിൻ്റെ സെക്കൻഡ് സിറ്റിങ്ങിന് ശേഷം നമ്മൾ ചെയ്തിരിക്കുന്ന സ്കിൻ വൈറ്റനിങ് BB ഗ്ലോ ട്രീറ്റ്മെൻറ്റ് കൂടിയാണ്. അപ്പോൾ നമ്മളിപ്പം അതിൻ്റെ രണ്ടാമത്തെ സിറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഒരു ഫേസ് എല്ലാവർക്കും അറിയാം, ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്കിൻ ടോണിനെ വെച്ചിട്ട് നമുക്കിപ്പോൾ എന്തുമാത്രം ബ്രൈറ്റ് ആയി എന്നുള്ളത്. അണ്ടർ ഐ ഡാർക്ക്നെസ്സും അതിന് വേണ്ടിയിട്ടും സ്കിൻ ടോൺ ഒന്ന് ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഒരു 1 ടോൺ 2 ടോൺ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാം. മിന്നണ സാരി എടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. പപ്പ മുഖ്യധാരയിൽ വരുന്നില്ല, പപ്പേനെ കാണുന്നില്ല ആളുകൾ. അതല്ല, നിങ്ങൾക്കൊരു സത്യം അറിയോ, ഞാൻ ഒരു വലിയ സംഭവ. എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. ഞാൻ കിച്ചുവിന് പോക്കറ്റ് മണി ഞാൻ കൊടുക്കാറുണ്ട്. അവൻ എന്റെ മോനാണ്, അവന് ആവശ്യങ്ങളുണ്ട്, ഞാൻ കൊടുക്കാറുണ്ട്. എന്നെ മൂത്ത മോന് ഞാൻ പോക്കറ്റ് മണി കൊടുക്കാറുണ്ട്, അവൻ എന്റെ മോനാണ്. കിച്ചുവിന് ഞാൻ പോക്കറ്റ് മണി കൊടുക്കാറുണ്ട് എന്ന് ഈ ഒരു കേസ് ഞാൻ അവനോട് സംസാരിക്കുന്ന സമയത്ത് അവനോട് പറഞ്ഞതെന്നറിയോ, വല്ലപ്പോഴും 200-300 രൂപ ആഴ്ച തരുമെന്നാണ് എന്റെ ഫോണിനകത്ത് കിച്ചു പറഞ്ഞൊരു കാര്യം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അന്ന് കിട്ടിയ പൈസകൾ ദൂർത്തടിച്ചോണ്ടിരിക്കുകയാണ്. എന്ന് കിട്ടിയ പൈസ, എവിടെ കിട്ടിയ പൈസ, അതാ ഞാൻ ചോദിക്കുന്നത്. സഹായമായിട്ട് പൈസകളൊന്നും കിട്ടിയില്ല. പൊന്നോ ഒടുക്കത്ത അഭിനയം. സുധീർ അക്കൗണ്ടിൽ തന്നെ, സുധീർ മരിച്ചു കഴിഞ്ഞു, സുധീർ അക്കൗണ്ടിലേക്ക് പൈസ പോയത് തെളിവ് ജൂൺ 2023 ക്യാഷ് ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്. അഫക്ട് ചെയ്യാത്ത രേണുസുതി വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടു, മക്കൾക്ക് വിഷം കൊടുത്തിട്ട് ഞാനും ചാവുന്നുള്ളത്. എന്തുകൊണ്ടാണ് അത് പറയാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇവരുടെ ആവശ്യം ഇതാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഓണപ്പറച്ചിലല്ലേ തന്റെ തൊഴിൽ തന്നെ. മരിക്കുവാണെങ്കിൽ ആ കുഞ്ഞിനെയും കൂടെ അല്ലെങ്കിൽ പിള്ളേർക്കും കൂടെ വിഷം കൊടുത്തിട്ട് ഞാൻ ചാകും. പിള്ളേരെ സമൂഹത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചാകത്തില്ല, കൊച്ചിനെ ഞാൻ കൊടുത്തിട്ട് ഞാൻ ചാകത്തുള്ളൂ. അയ്യോ, എന്റെ കൈ തരിക്കുന്നു. ഇൻഫ്ലുവൻസർ ആണ്, എനിക്ക് റീസെന്റ് ആയിട്ട് അവാർഡ് വാങ്ങിച്ചു സോഷ്യൽ ICC എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്ന് സ്വയം വിശ്വസിക്കുന്നുണ്ടോ? അവാർഡ് വാങ്ങിച്ച സമയത്തല്ല ഞാൻ പറഞ്ഞാൽ, അല്ലാതെ ജനറലി ഫീൽ ചെയ്യുന്നുണ്ടോ ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, അല്ലെങ്കിൽ സമൂഹത്തിന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇവരെ ഒരിക്കലും വിളിക്കാൻ കഴിയത്തില്ല. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ല ഇവര്. സമൂഹത്തിൽ കോമാളിത്തരങ്ങൾ കാണിക്കുന്ന ഒരു സംഘത്തെ വാർത്തെടുക്കുകയാണോ ഇന്ന് കേരള സമൂഹത്തിന് ആവശ്യം? നീ ഒരു അറിയാണ്ടടാ മനുഷ്യരെ കുറച്ചൊക്കെ ഒരു ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. ആ കൊല്ലംകാരൻ ഞാൻ ഒരു പ്രശ്നം, ഇന്നും കൊല്ലംകാർ വിളിച്ചാൽ അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞു. ഞങ്ങൾ എപ്പോഴും വിളിക്കാറുണ്ട്, മിണ്ടാറുണ്ട്. പക്ഷേ സുധിയുടെ ചേട്ടൻ നമുക്കറിയാവുന്ന ഒരു ഫാമിലിയുടെ അവിടെ ജോലിക്ക് പോയപ്പോഴത്തേക്കിന് അവർ തന്നെ പറഞ്ഞതാണ്, അവളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, അവളെ പോലും ഒരു നുണച്ചി ഈ ലോകത്ത് വേറെ ഇല്ലെന്നാണ് അവർ പറയുന്നത്. അവൾ ഒരുത്തിയാണ് ഈ സുധിയുടെ ജീവിതം ഇത്രയാക്കിയത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്, എന്നാ പോവാൻ നോക്കണം. ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വർക്ക് ഏരിയയുടെ കാര്യം ആവശ്യപ്പെട്ടതല്ല, നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ പതുക്കെ ചെയ്യാനാണ് എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത്. അപ്പൊ അല്ലാതെ അവര് ചെയ്യണമെന്ന് ഇന്ന് വരെ പറഞ്ഞു. അങ്ങനെ ഒരു ആൾക്കാരെ അല്ല ഞങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ക്ലിപ്പ് വരെ എന്റെ കയ്യിലുണ്ട്. എന്താ ഉറക്കം വരുന്നു. കാര്യമുണ്ട്, ഞങ്ങളുടെ ഒരു വ്ളോഗ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ വീഡിയോയുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അത് ചെയ്യണമെങ്കിൽ ഏകദേശം 15,000 രൂപയോളം ഇന്ന് വരെ ഞാൻ ആവശ്യപ്പെട്ടില്ല. എന്നെ ഇന്റർവ്യൂ എടുക്കുന്നവർക്ക് അറിയാം, ഞാൻ 15,000 രൂപ എന്ന് പറഞ്ഞ സാധനം ഞാൻ ബ്ലോഗിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അന്ന് തൊട്ടാന്ന് മിണ്ടാതായിരുന്നത്. എനിക്ക് തോന്നുന്നു പറയുന്നത് ഫിറോസ് കോഡാണോ, ഫിറോസ് കോഡാന്ന് തോന്നുന്നു പറയുന്നത്, നേരിട്ട് പറയുന്നതാന്ന് തോന്നുന്നു. ആ സമയത്താണ് തോന്നുന്നു നിൽക്കുന്നത്, ആ വീട് വെച്ച സമയത്ത്. ഞാൻ പറയുന്നത് അവർ ബ്ലോഗ് അപ്പൊ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ 3-4 രൂപയ്ക്കോ 5 രൂപയ്ക്കൊക്കെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്. അല്ലാതെ അപ്പം ആ സമയം തൊട്ടാണ് മിണ്ടാണ്ട് വന്നത്. ശരി ഞാൻ ഓപ്പൺ ആയിട്ട് പറയും. ആ സമയത്ത് അങ്ങനെ പറഞ്ഞതേ. അപ്പൊ എനിക്ക് കാശ് വേണ്ട, എനിക്ക് വെള്ളം കഴിക്കണ്ടേ. അപ്പൊ ആ സമയത്ത് പൈസ അല്ല ഞാൻ സമ്മതിച്ചടാ. അവരോട് പറഞ്ഞത് തക്ക സമയത്ത് മറുകണ്ഠം ചാടിയ നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും? പെട്ടെന്ന് ബ്ലോഗിലോട്ട് വരുന്ന സമയത്ത് സുചേട്ടന് കിട്ടിയ അംഗീകാരങ്ങളും അത്രത്തോളം ഷോക്കേസ് ചെയ്ത ഹോളിലുണ്ട്. നമുക്ക് സ്ഥലമില്ലല്ലോ. അക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. പറയാം, അതിന്റെ സത്യം അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു വിധം ഒന്നും ആകട്ടെ, കേരളത്തിൽ ജീവിക്കുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യജീവി, ഇതെല്ലാരും ബോധിപ്പിക്കണോ? തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. ട്രോഫി ഋതുക്കുട്ടനെടുത്ത് പൊട്ടിക്കത്തില്ല. മറ്റേ അച്ഛനല്ലേ, അച്ഛന്റെ ട്രോഫി എടുത്ത് പൊട്ടിക്കാതെ തടിയുണ്ടല്ലോ, എന്താ ഗ്ലാസ്. ഇതൊക്കെ നമുക്ക് ചുമ്മാ പറയാം. നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിക്കടി പുല്ലേ, അവിടെ ഒടുക്കത്തൊരു ചോട്ടം. ചടങ്ങ് 2 വർഷം കഴിഞ്ഞില്ലേ, ചിലപ്പം ചടങ്ങെല്ലാം ഞാൻ ഇങ്ങനെ എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡോട് ചേച്ചിയോട് പറഞ്ഞു, ഇപ്പൊ സുചേട്ടന്റെ പ്രസൻസ് കിട്ടണമെന്നില്ലോ ഇടയ്ക്കിടയ്ക്ക്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ വീഡിയോ ഒന്നും കാണാറേ ഇല്ല.
ഞങ്ങൾ ഇതൊന്നും കാണാറില്ല. പിന്നെ എന്തിനാ ബ്ലോഗേഴ്സിന്റെ പേര് കൊണ്ട് കേസ് കൊടുത്തത്? കാണാൻ എങ്ങനെ കേസ് കൊടുക്കാൻ പറ്റും? വീണ എസ് പിള്ള എന്നാണ് ആ വ്യക്തിയുടെ പേര്. അറിയാമോ? എനിക്കറിയില്ല. അറിയില്ല. നേരിട്ട് എനിക്ക് ആരെ അറിയില്ല, കേട്ടിട്ടുണ്ട്. എനിക്ക് ആ പേര് ഞാൻ പറയുന്നത് എനിക്കറിയില്ല. സുധിച്ചേട്ടൻ പറഞ്ഞോലും അറിയില്ല. സുധിച്ചേട്ടൻ പറഞ്ഞറിയാം, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതൊരു കള്ളമല്ലേ? നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. സംസാരിച്ചിട്ട് പോലും ഇല്ലെന്നാണ് എനിക്കൊരു വ്യക്തി അറിയത്തില്ല. മെസ്സേജ് പണ്ട് മെസ്സഞ്ചറിലൊക്കെ അയച്ചിട്ടുണ്ട് അവര്. അറിയത്തില്ല. നമുക്കൊരു എന്തിനാണ് ഞാൻ അത് 2-3 വർഷം മുന്നെയാണ്. അതാ അപ്പൊ ഞാൻ ചോദിക്കുകയാണ്. അറിയുക എന്ന് പറഞ്ഞാൽ അവരെ പൂർണ്ണമായിട്ട് അറിയാം. എനിക്ക് നേരിട്ട് അവരെ അറിയാമോ? എന്തിനാണ് സൂചന പഴയ ലൈഫിനെ പറ്റി ഞാൻ ചെയ്യുന്നത്? കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ശ്രീസി തന്ന ഏറ്റവും വലിയ എന്താ പറയാ, സൂചിച്ചേട്ടന്റെ ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു സ്വപ്നമാണ് പൂവണിയാൻ പോകുന്നത്. ഒരുപാട് ഹാപ്പി. പ്രത്യേകിച്ച് കേജ്രീസിക്കും ഫിറോസിക്കും അതിനുള്ള എല്ലാ അംഗങ്ങൾക്കും എല്ലാവർക്കും ഈ കൂട്ടായ്മ ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ കൂടെ. ഇതൊക്കെ വിശ്വസിക്കാൻ കാതിൽ പൂ വെച്ച് കളിക്കവളെ നാളെ വരും. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി വീട് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? വീട് കണ്ടെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടാ ഞാനിവിടെ ഉണ്ട്. പക്ഷേ ഞാനും എനിക്കും കെട്ടിടത്തിന് പണിയാണ്. സ്വന്തമായിട്ട് ഞാൻ കെട്ടിടം പണിതിട്ടുണ്ട്. അല്ലാതെ കമ്പനികളിലൊക്കെ നിന്ന് വർക്ക് ചെയ്ത് സ്വന്തമായിട്ടും പണി ചെയ്ത ഒരാളാണ്. ഇപ്പം സുഖമില്ലാതൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റാതിരിക്കുന്ന പണി ചെയ്യാത്ത. പിന്നെ ഓക്കെ, ഒരു കാര്യവും ആരോടും ഒന്നും പറയേണ്ടി വന്നിട്ടില്ല ഇന്നുവരെ. വളരെ തൃപ്തി. അതായത് മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുകയാണെങ്കിലും അതിലും അത്ര ഭംഗിയായിട്ട് ചെയ്യത്തില്ലെന്നുള്ളതാണ്. പുറമേ കാണുന്ന മൂടി തന്നെയല്ല, ഞാൻ പറഞ്ഞ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തറ തൊട്ടുള്ള അതിൻ്റെ വർക്ക് വൃത്തിയാണെങ്കിലും എല്ലാ പണിയും വളരെ 100% തൃപ്തി ഉണ്ടായിരുന്നു. കാരണം എനിക്ക് വർക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരാളായിരുന്നു. ഒരു എന്താ പറയുക, ക്ലേ പോലെ ഒരു സാധനം, കുമ്മായം പോലെ പാക്കറ്റ്, കുമ്മായം പോലെ അത് 50 കിലോയുടെ പാക്കറ്റ് കൊണ്ടടിച്ച് ഞാൻ അന്ന് ചോദിച്ചത് വിളിച്ചാൽ നിൽക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, ഇപ്പോൾ ആധുനിക മോഡൽ എല്ലാവർക്കും ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തർക്കിക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യുന്ന നാട്ടുകാർ. അപ്പം ഞാനൊന്നും മിണ്ടാതെ പറയുന്നത്, എനിക്ക് വർക്ക് അറിയാം, ഞാനൊന്നും മിണ്ടില്ല. പക്ഷേ എന്തായാലും എന്റെ രാവൻകുട്ടി, നീ ഇത്ര ചെറ്റയായി പോയാൽ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. വീട് ചോരുന്നുണ്ടോ സുധി? താങ്കൾ ഉപ്പുണ്ടോ? ഞാൻ ഇവിടെ വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് മഴ. ഇതാണ് പറഞ്ഞത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഈ ചില്ലിട്ടോടത്തെ ഫുള്ള് നമ്മളകത്തേക്ക് ഇങ്ങോട്ട് വരുന്നില്ലേ? ഇറച്ചിലാണ് ഞാൻ ഉദ്ദേശിച്ച ചോർച്ച. ആ സാധനമാണ് പറഞ്ഞത് ഞാൻ. ഭീമിന്നൊക്കെ ചോരുന്നുണ്ട്. അല്ലാതെ വേറെ മാർക്കിലൊന്നും ഒരു ചോർച്ചയില്ല. ബെഡ്റൂമില് ഞാൻ കിടക്കുന്നില്ല, ഋതപ്പം കിടക്കുന്നിടത്ത് ചോരുന്നുണ്ട്. പുറത്താണ്. ഏത് ചാനലാണെന്ന് എനിക്ക് അറിയില്ല. കുറെ ചാനലുകാർ നിൽക്കുമല്ലേ. ഞാൻ എന്നോട് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക. ശരിക്കും അവരെങ്ങനെയാ അറിയുന്നത്? ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ആണല്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോലെ. അവനോട് മുൻകൂട്ടി പറഞ്ഞു എന്നോട് ചോദിക്കണം നമ്മൾ സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. നമുക്ക് ആ ഒരു പൈസ ആയിട്ടില്ല, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തായിട്ടുള്ള പൈസ ഒന്നും ആയിട്ടില്ല. എന്റെ അക്കൗണ്ടിൽ ഒരു ഉണ്ടായിട്ടില്ലെന്ന് എനിക്കുണ്ട്. സോറി, ഒന്നുമില്ലെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. സോറി, അറിയാതെ വായി വന്നുകൊണ്ട്. വേറെ കാര്യമുണ്ട്, ഈ വീട് മൊത്തം ചോരുവാണ്. രേണു അതിന് മുമ്പാണ് ഇങ്ങനെ ചോദ്യം നടന്ന ആരോട് ചോരുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ചോർത്ത് തന്നെ നമ്മളിങ്ങനെ എറിച്ചില്ല, അതൊന്നും അറിയത്തില്ല. അപ്പൊ അത്ര ആധികാരമായിട്ട് ഒന്നും അവർ ചിന്തിക്കല്ല. അത് നല്ല വിചാരമായിപ്പോയി. ഇവൻ ശരിയല്ല. ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണം. ഈ നന്മ മരമാകുന്ന സാധനം അറിയാം ഈ വീടിന് വേണ്ടി ചെയ്ത ബിഷപ്പ്. എനിക്ക് അദ്ദേഹം കുറച്ച് വൈകാരികമായിട്ട് അദ്ദേഹം ഒന്നല്ലോ പറയുന്നത്, പല മാറ്റി എനിക്കല്ല ഒന്നല്ലോ പറയുന്നത്. പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടല്ലോ. സ്ഥിരത ഇല്ലാതെ പറയുന്ന കാര്യം എന്ത് പറയാനാ? എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ്. ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് മതിയായി. ഇനി ഒരാൾ റെക്കമെൻഡ് ചെയ്താലും ഞാൻ സഹായിക്കുന്നു. ഫിറോസ് പറയുന്നത് പോലെ ആർക്കും ഒന്നും ചെയ്യരുതേ എന്ന പാഠമാണ് രേണു പഠിപ്പിച്ചത്. ഇത്തരം രേണു സുധിമാർ വാസ്തവത്തിൽ നന്മ ചെയ്യാനുള്ള മനുഷ്യന്റെ മനസ്സിനെയാണ് ഇല്ലാതാക്കുന്നത്. ലക്ഷ്മി നക്ഷത്രയെ കഴിഞ്ഞ ദിവസം UK വെച്ച് കണ്ടപ്പോൾ ഇക്കാര്യം ചോദിച്ചെങ്കിലും ഒരു ചെറിയ പുഞ്ചിരി മാത്രമാണ് ലക്ഷ്മി നൽകിയത്. അതന്നത്തെ ചോരത്തിളപ്പിന് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല. അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വിടരുതരവനെ പിടിച്ചു പോലീസ്. ഇരട്ടത്താപ്പിന്റെ ഐരികളാണല്ലേ? സത്യം പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ഒരു 8ന്റെ പണിയാണ് ജനാസുനയെ കാത്തിരിക്കുന്നത്. ഫിറോസിനെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഫിറോസ് പറഞ്ഞൊരു കേസാണ്. അതായത് ജനാസുനയ്ക്കെതിരായിട്ട് 1 കോടി രൂപയുടെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെങ്കിൽ അവിടെ കോടതിയിൽ അതിന്റെ 10% കെട്ടിവെക്കണം എന്നുള്ള സംഭവമാണ്. അതായത് അതിന്റെ 10% എന്ന് പറയുമ്പോൾ ഏതാണ്ട് 10 ലക്ഷം രൂപ. ഒരു കാര്യം ചെയ്യാം, രാവിലെ വരെ